ഹായ്, ഇന്ന് ഞാനൊരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ റീലിടുമ്പോൾ കുറച്ച് സംസാരം മുമ്പിലിടാറുണ്ട്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ. പക്ഷെ അത് സ്പെഷ്യൽ റീലുകൾ ഇടുമ്പോൾ അത് ഭയങ്കര ലെങ്തി ആവണ കാരണം കൊണ്ട് എനിക്ക് എല്ലാ ചില റീലുകൾക്ക് എനിക്ക് കഥ പറയാനുണ്ട്. അത് നിങ്ങളെ പറയുമ്പോൾ റീലിൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വെച്ചത്. ഇതെൻ്റെ ഫ്രെയിമിലേക്കുള്ള യാത്രയുടെ ചെറിയൊരു ഇതാണത്. കൊടുങ്ങല്ലൂർ ഭരണിയിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ പല തല വെട്ടിപ്പൊടിച്ചുള്ള മുഖങ്ങളൊക്കെ ഞാൻ കണ്ടു പറയാം. പക്ഷെ അതൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഫ്രെയിമിലേക്ക് പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ചുറ്റി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ പടം റെഫർ ചെയ്യുമ്പോഴാണ് കോഴികളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ എന്താണെന്ന് തോന്നിയിട്ടാണ്. കൊടുങ്ങല്ലൂരിലെ മതിലിൻ്റെ ചുറ്റും കോഴികളുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്, ബിംബങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു സാധനം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കോഴികളിലേക്ക് പോയത്. എൻ്റെ ഫ്രെയിം ഉണ്ടാവുന്നതിൻ്റെ കഥയാണ് ഇത്. ഞാനപ്പോൾ കുറേ നേരം ചുറ്റും നടക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഫ്രെയിമിലേക്ക് എത്താൻ പറ്റുക. കൊടുങ്ങല്ലൂരിലെ കോഴികളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. ഞാൻ കുറേ നേരം കോഴികളെ പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ പല കോഴികളുടെയും കണ്ണുകളിൽ നോക്കിയപ്പോൾ കുറേ എണ്ണം ചത്തതുണ്ട്, കുറേ എണ്ണം ഉറങ്ങണ കോഴികളുണ്ട്, കുറേ എണ്ണം എന്താ ഒരു സംഭവം നടക്കണമെന്ന് വിചാരിച്ചിട്ട് കണ്ണിങ്ങനെ വട്ടം പിടിച്ചിരിക്കുന്ന കോഴികളുണ്ട്. ചിലത് ഒന്നിലില്ലാത്ത പോലെ ഓരോ കൈകളിൽ ഒതുങ്ങണ കോഴികളുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഉത്സവത്തിന് പങ്കെടുക്കുന്ന ഒരു പാവം ജീവി, അതാണ് എനിക്ക് അവരെ പറ്റി തോന്നിയത്. എനിക്കതിൽ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് തന്നെ ഞാൻ റീൽ ഉണ്ടാക്കണമെന്ന് അതിയായ മോഹം ഉണ്ടായിട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ പുതിയ റീല് കൊടുങ്ങല്ലൂരിലെ കോഴികൾ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇങ്ങനത്തെ റീലിന് മുമ്പ് ഇങ്ങനത്തെ കുറച്ച് കഥകൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആവണ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയൊരു ഡിസ്കഷൻ പോലെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. जय